സീജുൻ വലിയൊരു ബൗൾ നിറയെ ഫുഡ് കഴിക്കുന്നു. നോക്കുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടും അവളുടെ വിശപ്പ് മാറിയിട്ടില്ല. അതുകൊണ്ട് സ്നാക്സ് വാങ്ങുന്നതിനായി നൈറ്റ് മാർക്കറ്റിലുള്ള ഒരു ഷോപ്പിലേക്ക് വരുന്നു. പക്ഷെ പേ ചെയ്യാൻ പോകുമ്പോഴാണ് തന്റെ കയ്യിൽ ആവശ്യത്തിന് കാശില്ലെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് കണ്ട കടക്കാരൻ അവളുടെ കയ്യിൽ കാശില്ലെന്ന് മനസ്സിലാക്കി അവളുടെ കയ്യിലിരിക്കുന്ന കാർഡ് വെച്ച് പേ ചെയ്യാൻ പറയുന്നു. പക്ഷെ ഇതിനു മുൻപ് കാർഡ് കണ്ടിട്ടില്ലാത്ത സീജുൻ ഇത് വെച്ച് പേ ചെയ്യാൻ കഴിയുമോ എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്നു. ഉടനെ കടക്കാരൻ പറ്റുമെന്ന് പറഞ്ഞതും അവൾ ഓൾറെഡി വാങ്ങിയതിനൊപ്പം വീണ്ടും 10 പാക്കറ്റ് കൂടി എടുക്കാൻ പറയുന്നു. അതേസമയം അവളുടെ കയ്യിലിരിക്കുന്ന കാർഡ് നഷ്ടമായ സിഇഒയ്ക്ക് അവൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിന്റെ മെസ്സേജ് കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടതും ആരാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിയ സിഇഒ തന്റെ അസിസ്റ്റന്റ് വഴി സീജിന്റെ അഡ്രസ് കണ്ടുപിടിച്ച് അവിടേക്ക് വരുന്നു. കറക്റ്റ് ടൈമിൽ അവിടേക്ക് വന്ന സീജിൻ സിഇഒയെ കണ്ട് അയാൾ അവളെ ഫോളോ ചെയ്യുന്നതാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് അയാൾ കാർഡിന് വേണ്ടിയാണ് വന്നതെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അവൾ വേഗം തന്നെ കാർഡ് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവൾ കഴിക്കുന്നത് കണ്ട സിഇഒയ്ക്ക് ആ കാർഡ് അവൾക്ക് തന്നെ തിരികെ കൊടുത്താലോ എന്ന് തോന്നുന്നു. അതേസമയം ബാർബിക്യൂവിന്റെ മണം വന്ന് തിരിഞ്ഞു നോക്കിയ സീജിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പ് കണ്ട് സന്തോഷിക്കുന്നു. ഉടനെ അവൾ സിഇഒയെ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഉടനെ തന്നെ പറ്റില്ലെന്ന് പറയുന്നു. പക്ഷെ കുറച്ചുനേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ആ റെസ്റ്റോറന്റിൽ ഇരിക്കുന്നു. ഇപ്പോൾ സിഇഒ കാശ് കൊടുക്കുന്നത് കൊണ്ട് ഗ്രിൽ ചെയ്യുന്നതെല്ലാം സീജിൻ ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ സീജിൻ അയാൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം തിരിച്ചറിയുന്നത്. ആക്ച്വലി അയാൾ സീജിനെ കണ്ടത് മുതൽ എത്ര ദേഷ്യത്തോടെ പെരുമാറിയാലും അവസാനം അവൾ പറയുന്നത് തന്നെ അനുസരിക്കും. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ബില്ല് കണ്ടയാൾ ഇപ്പോഴെങ്കിലും നിന്റെ വയറ് നിറഞ്ഞോ എന്ന് കളിയാക്കുന്നത് പോലെ ചോദിക്കുന്നു. സീജിൻ അതിന് നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്നയാൾ അവളെ വഴക്കു പറയുന്നു. പക്ഷെ സീജിൻ അതൊന്നും കാര്യമാക്കാതെ വയറ്റിൽ കുറച്ചുകൂടി സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അത് കേട്ട് സിഇഒ ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്നറിയാതെ കൺഫ്യൂസ് ആവുന്നു. പക്ഷെ എപ്പോഴത്തെയും പോലെ നടന്നതെല്ലാം മറന്ന് സീജിന്റെ പുറകെ പോകുന്നു.